നിർഭൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ സംസാരിച്ചു പോയതാണ്. പക്ഷേ നമ്മളിതാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശ കാഴ്ചകളിലേക്ക് വരുമ്പോൾ അവസാന മിനിറ്റിൽ തിരുവനന്തപുരത്ത് എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് കോർപ്പറേഷൻ ആണല്ലോ. കോർപ്പറേഷനിലെ ആവേശം എന്താണ് നിർഭൻ? തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതുകൊണ്ട് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന നഗരം തന്നെയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. കാരണം ത്രികോണ മത്സരം നടക്കുന്ന മൂന്ന് മുന്നണികളും വലിയ തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തലസ്ഥാന നഗരം. കാരണം BJPക്ക് 34 സീറ്റുണ്ട്. LDFന് വലിയ മെജോറിറ്റിയുടെ കൂടിയാണ് LDF ഭരണം നിലനിർത്തുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ പൂർത്തിയായി തിരിച്ചുവരവ് നടത്തുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കാരണം റിബൽ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ 8ഓളം വരുന്ന നഗരസഭയിലെ വാർഡുകളിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികളുണ്ട്. BJPക്ക് സമാനമായ ആഭ്യന്തര പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ആത്മഹത്യ തുടരെയുള്ള ഒരു സിറ്റിംഗ് കൗൺസിലർ തന്നെ മരിക്കുന്നു. ഒപ്പം തന്നെ വാർഡിൽ സ്ഥാനാർത്ഥിയാവും എന്ന് കരുതുന്ന തൃക്കണ്ണാപുരത്തെ ആനന്ദിൻ്റെ മരണം. ആനന്ദിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ആനന്ദിൻ്റെ മരണശേഷം അവർ ദുഃഖിതയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദങ്ങളുണ്ട്. പക്ഷേ കൊട്ടിക്കലാശത്തിന് മുന്നണികൾ ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ തന്നെ നമ്മൾ സ്ഥാനാർത്ഥികളുമായി പലയിടത്തും സംസാരിക്കുമ്പോൾ അതിൻ്റെ വണ്ടിയും പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ അനൗൺസ്മെൻറ്റും ഈ കൊട്ടിക്കലാശത്ത് എന്തൊക്കെ വെറൈറ്റിയാണ് ഉണ്ടാക്കേണ്ടത് എന്ന തരത്തിലുള്ള ആലോചനകളിലാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു കൊട്ടിക്കലാശമായിരിക്കും. സംഘർഷം സാധ്യത മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പലയിടത്തും പോലീസിൻ്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഒന്നിച്ച് സമ്മേളിക്കാത്ത തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മാറ്റിയാണ് കൊട്ടിക്കലാശത്തിൻ്റെ വേദികൾ ഒരുക്കിയിട്ടുള്ളത്. ഈ പ്രധാനപ്പെട്ട വാർഡുകൾ വരുന്ന കേന്ദ്രങ്ങളിൽ മറ്റ് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലാണ് എങ്കിലും 1, 2, 3 വാർഡുകളുടെ സ്ഥാനാർത്ഥികളെല്ലാം കൊട്ടിക്കലാശത്തിന് ഒരു സ്ഥലത്ത് നിന്ന് എത്തുന്ന സമീപനമായിരിക്കും. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി സമ്മേളിക്കുന്ന സ്ഥലത്ത് ജംഗ്ഷനിലായിരിക്കും. തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ നെയ്യാറ്റിങ്കര, പാറശാല, മലയൻകീഴ്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കഴക്കൂട്ടം, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിക്കുന്ന സ്ഥലത്ത് സമാപനം ആ തരത്തിലാണ്. അതുകൊണ്ട് മലയൻകീഴ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ചെറിയ സംഘർഷമുണ്ടായിരുന്നു. സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടിക്കലാശത്തിന് വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ പാർട്ടിക്കും ഓരോ സ്ഥലമൊക്കെ തന്നെ പോലീസ് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ സംശയമുണ്ട്. അതായത് ഇപ്പോൾ നിർഭൻ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഇടങ്ങളിൽ ഒന്നുകൂടിയാണല്ലോ തിരുവനന്തപുരം എന്ന് പറയുന്നത്. വലിയ മജോറിറ്റി അവിടെ LDFനുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ മാധ്യമങ്ങളൊക്കെ ഒരു എന്താ പറയുക, ചിലരൊക്കെ നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വിലയിരുത്താനൊക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വസ്തുതയിലേക്ക് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ BJP തിരിച്ചിറങ്ങുകയല്ലേ? ഈ പറയുന്ന ആത്മഹത്യ, തിരുമല അനിലിൻ്റെ ആത്മഹത്യ, അവരുടെ സുരേഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയൊക്കെ ഉയർന്നു വന്നിരിക്കുന്ന സാമ്പത്തിക ആരോപണങ്ങൾ, ഇതൊക്കെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വിശദീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിർമ്മൻ? തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ പ്രതിസന്ധി തലസ്ഥാനത്തുണ്ട്. മാധ്യമങ്ങൾ പ്രത്യേക പരിലാളനം നൽകുന്നത് കൊണ്ട് മാത്രമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നൊക്കെ പറയുന്നത്. കാരണം മുൻപ് കഴിഞ്ഞ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള VV രാജേഷ് BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു, സംസ്ഥാന നേതാവായിരുന്നു. അദ്ദേഹം പൂജപ്പുര വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു. കഴിഞ്ഞ തവണ അവിടുത്തെ സിറ്റിംഗ് കൗൺസിലറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു വാർഡിലേക്ക് മാറിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ജഗതിയിലോ സമീപ പ്രദേശത്തെ വാർഡുകളിലോ VV രാജേഷ് മത്സരിക്കാൻ തയ്യാറായില്ല. ആ പ്രദേശത്ത് തന്നെ പൂജപ്പുര വാർഡിലെ തന്നെ റോഡുകളുടെ ശോചനീയാവസ്ഥ, തെരുവുകൾ കത്തുന്നില്ല, അവിടെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നീക്കമുണ്ടാകുന്നില്ല. ഇങ്ങനെ വലിയ തരത്തിലുള്ള ഓരോ കാഞ്ഞിരംപാറ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ശ്മശാനമടക്കം പൂട്ടിയ നിലയിലാണ്. പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രത്യേക ഉന്നതിയിലുള്ള ഭാഗത്ത് താമസിക്കുന്നവരുടെ ഏറ്റവും കേന്ദ്രമായിരുന്നു. അവരുടെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവിടെയായിരുന്നു, ശ്മശാനത്തിലാണ് അടക്കിയിരുന്നത്. അത് പൂർണ്ണമായി പൂട്ടി. മുമ്പ് LDF നഗരസഭയുടെ കാലത്ത് അവിടെ കാഞ്ഞിരംപാറ രവി കൗൺസിലറായിരുന്ന ഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ്. അത് പൂർണ്ണമായി പൂട്ടി. അങ്ങനെ ഓരോ വാർഡുകളിൽ, ഇപ്പോൾ തിരുമല വാർഡ്, അനിൽ സിറ്റിംഗ് കൗൺസിലറായിരുന്ന അനിൽ മരിക്കുന്നു. അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണ്. വലിയ തരത്തിലുള്ള അതിർത്തി BJP കേന്ദ്രങ്ങളിലുണ്ട്. തൊട്ടടുത്ത് വലിയുള്ള വാർഡ്, ഈ ആനന്ദ് ഭരിച്ച തൃക്കണ്ണാപുരം വാർഡ്, അങ്ങനെ BJP കൈവശം വരുന്ന വാർഡുകളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട്. അവർ മത്സരിക്കുന്ന, അവർ
നിലയിലുള്ള സിറ്റിംഗ് സീറ്റുകളിൽ അവർ നേരിടുന്ന വലിയ വെല്ലുവിളി വികസന മുരടിപ്പാണ്. അവർ പ്രാദേശികമായി നഗരസഭ ചെയ്യേണ്ട റോഡുകൾ, ഇപ്പോൾ വലിയവിള വാർഡ് തന്നെ അവിടെ സിറ്റിംഗ് BJPയുടെ കൗൺസിലറായിരുന്നു. അവിടെ റോഡുകൾ മുഴുവൻ ശോചനീയമായ അവസ്ഥയിലാണ്. ഈ ഓട്ടോ പോലും അത്യാവശ്യം ആംബുലൻസ് വിളിച്ചാൽ പോലും പോകാൻ കഴിയാത്ത റോഡുകളായി വലിയ തരത്തിൽ ശോചനീയമായ അവസ്ഥ ആ വാർഡുകളിലുണ്ട്. അങ്ങനെ വികസനത്തിൻ്റെ കാര്യത്തിൽ മുരടിപ്പ്, ഒപ്പം തന്നെ BJPക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ, ഇത് വലിയ തരത്തിൽ BJPക്ക് തിരിച്ചടിയാകുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷിനെതിരെ പെരിങ്ങമല ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതി, അദ്ദേഹം 43 ലക്ഷം രൂപ ബാങ്കിന് തിരിച്ചടയ്ക്കാനുണ്ട്, വാർത്ത നിഷേധിച്ചു, വ്യക്തിപരമായ വായ്പ എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കൈരളി ന്യൂസ് തന്നെ വ്യക്തിപരമായി അദ്ദേഹം 2 വായ്പകൾ എടുത്തതിൻ്റെ രേഖകൾ പുറത്തുവിട്ടു. അതിനുശേഷം BJP ലീഡർഷിപ്പിന് മിണ്ടാട്ടമില്ല. കഴിഞ്ഞ ദിവസവും നമ്മുടെ റിപ്പോർട്ടർ മാനസ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോട് ഈ ചോദ്യം ചോദിച്ചു. ഒപ്പം സുരേഷും ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം മറുപടി പറയാതെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. തിരുമല അനിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അവിടെ നിക്ഷേപകന്റെ ഭാര്യയുടെ ഓഡിയോ സംഭാഷണം, നിക്ഷേപകരുടെ മകൾ പറഞ്ഞ നിർണായകമായ വെളിപ്പെടുത്തലൊക്കെ തന്നെ കൈരളി ന്യൂസ് പുറത്തുവിട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ അനന്തപുരം ബാങ്കുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള തിരിമറി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നു. CPMന്റെ ജില്ലാ സെക്രട്ടറിയായ V. ജോയി അത് സംബന്ധിച്ച രജിസ്ട്രാറുടെ കണക്കുകൾ, അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലും BJP മറുപടി പറയുന്നില്ല. മാത്രമല്ല BJPക്ക് K. സുരേന്ദ്രന് ശേഷം, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ആയതിനു ശേഷം കറണ്ട് പൊളിറ്റിക്സ് ഓരോ ദിവസത്തെയും അപ്ഡേഷനിൽ BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പിന് ഇടപെടാൻ കഴിയുന്നില്ല. അതിൽ രാജീവ് ചന്ദ്രശേഖരന് വലിയ തരത്തിലുള്ള പരാജയമുണ്ട്. RSSും BJPയും 2 തട്ടിലാണ്. ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ BJPക്കുണ്ട്. BJPയുടെ ആഭ്യന്തരമായി തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വിലയിരുത്തുന്ന മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത് അവർ ഇപ്പോഴുള്ള 34-ൽ നിന്ന് 25-ന് താഴേക്ക്, 20-ഓ 15-ഓ സീറ്റിലേക്ക് താഴേക്ക് കൂപ്പുകുത്താനുള്ള സാധ്യതയാണ് സിറ്റിംഗ് വാർഡുകളുടെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ഉള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വലിയ തരത്തിലുള്ള മുന്നേറ്റം നടത്തുമെന്ന് കോൺഗ്രസ് പറയുമ്പോഴും അതൊരു തരത്തിലുള്ള റീൽസിലും K. മുരളീധരനൊക്കെ നേതൃത്വം നൽകുന്ന സ്ക്വാഡിലുമൊക്കെ ഒതുങ്ങി നിൽക്കുകയാണ്. കാരണം കവടിയാർ വാർഡ് BJPയുടെ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന കവടിയാർ വാർഡിലെ ശബരിനാഥനാണ്. അവിടെ വലിയ കടുത്ത മത്സരമാണ്, ത്രികോണ മത്സരമാണ് നടക്കുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥി സുനിലിന് അവിടെ വ്യക്തിപരമായ വലിയ തരത്തിൽ കുടുംബങ്ങളുമായി, വീടുകളുമായി വലിയ ബന്ധമുള്ള ഒരു നേതാവാണ്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി വലിയ തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വോട്ടിനാണ് അവിടെ UDF സ്ഥാനാർത്ഥി കവടിയാർ വാർഡ് നിലനിർത്തിയത്. അതുകൊണ്ടും അവിടെ സമാനമായ പലതരത്തിലുള്ള ത്രികോണ മത്സരം നടക്കുന്ന സീറ്റുകളാണ്. അവിടെയെല്ലാം നഷ്ടം സംഭവിക്കുക. സ്വാഭാവികമായി എങ്ങനെയാണ് നഷ്ടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുന്നേറ്റം നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള നഷ്ടം ഉണ്ടാകുക BJPക്കായിരിക്കും. അത് വലിയ തരത്തിൽ തിരിച്ചടി BJPക്ക് ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ ശാസ്തമംഗലം വാർഡ് അവിടെ BJP നിർത്തുന്നത് ശ്രീലേഖ IPSനെയാണ്. ശ്രീലേഖയാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ മത്സരിക്കുമ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥി അമൃതയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വീകാര്യമായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥി. ത്രികോണ മത്സരം എന്ന് അവിടെ പറയാൻ കഴിയില്ല. LDFും BJPയും തമ്മിലുള്ള മത്സരമാണ്. അവിടെ വലിയ തരത്തിൽ സ്വീകാര്യമുള്ള, യുവജനങ്ങളുടെ വളരെ സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയാണ് അവിടുത്തെ അമൃത എന്ന സ്ഥാനാർത്ഥി. അങ്ങനെ ഓരോ വാർഡുകളും എണ്ണി പറയുകയാണെങ്കിൽ പേട്ട വാർഡ് SP ദീപക്, ഒപ്പം തന്നെ ശിവജി മത്സരിക്കുന്ന പുന്നയ്ക്കാമുകൾ വാർഡ്, ശ്രീകുമാർ മത്സരിക്കുന്ന ചാക്ക വാർഡ്, SA സുന്ദർ മത്സരിക്കുന്ന ചാല വാർഡ്, ഇത്തരം വാർഡുകളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ശക്തമായ മുന്നേറ്റമാണ് LDF പ്രചരണ രംഗത്തും അവിടെ വാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തന രംഗത്തും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളെ കൈരളി ന്യൂസ് ഇരിക്കുന്ന ആസ്ഥാനമായിട്ടുള്ള കുന്നുകുഴി വാർഡ്, കോൺഗ്രസിന് ഉറച്ച കോട്ടയായിരുന്ന കുന്നുകുഴി വാർഡ് ആദ്യമായി തിരിച്ചു പിടിച്ച സ്ഥാനാർത്ഥി IP ബിനുവിനെ തന്നെയാണ് കുന്നുകുഴിയിൽ LDF രംഗത്തിറക്കിയിട്ടുള്ളത്. വലിയ തരത്തിലുള്ള മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുചിത്രം പരിശോധിക്കുമ്പോൾ LDF വലിയ കഴിഞ്ഞ 53-ൽ നിന്ന് മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണ് LDF നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചൊരു പോരാട്ടമാണ് പല വാർഡുകൾ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. കാരണം പലതരത്തിലുള്ള സമ്മർദ്ദ ശക്തികൾ, പലതരത്തിലുള്ള സ്വാധീനങ്ങൾ, വ്യക്തിപരമായ ബന്ധങ്ങൾ, സാമുദായിക സമവാക്യങ്ങൾ, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട സ്വാധീനം, വീടുകളുമായി റെസിഡൻസ് അസോസിയേഷൻ, അങ്ങനെ തുടങ്ങിയുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ ഒരു വേദി ഇനിയുള്ള മണിക്കൂറുകളാണ്. അതുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും സ്ഥാനാർത്ഥികൾക്ക് നിർണായകമാണ്. അടിയൊഴുക്കുകൾ ഉണ്ടാക്കാതെ നോക്കണം. ഇന്ന് രാത്രിയും പകലും, ഇന്ന് രാത്രിയും നാളെ ഇനിയുള്ള മിനിറ്റുകൾ സ്ഥാനാർത്ഥികൾക്ക് നിർണായകമാണ്, മുന്നണികൾക്ക് നിർണായകമാണ്, പാർട്ടികൾക്ക് നിർണായകമാണ്. ഏറ്റവും അവസാന മിനിറ്റുകളിൽ പോരാട്ടം ഇഞ്ചോടിഞ്ചാണ്. വാശിയേറിയ പോരാട്ടം നടക്കുന്നു. തദ്ദേശ കൊട്ടിക്കലാശം ആഘോഷമാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. വിവരങ്ങളാണ് നിർമ്മൻ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.